നമസ്കാരം, വാർത്താ ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളത്തിൽ മുങ്ങി പാലയും ഈരാറ്റുപേട്ടയും. ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം. മഴയിൽ വലഞ്ഞ് റാന്നി, കവിഞ്ഞൊഴുകി പമ്പ. ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിനും സാധ്യത 8 ജില്ലകളിൽ റെഡ് അലർട്ട്. പത്തനംതിട്ട വടശ്ശേരിയിൽ 24 മണിക്കൂറിനുള്ളിൽ പെയ്തത് 302 മില്ലിമീറ്റർ മഴ. മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ്. അവധി ദിനത്തിലും സ്കൂൾ തുറന്നു. ചിന്മയ വിദ്യാലയം വിവാദത്തിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. പാലായും ഈരാറ്റുപേട്ടയും വെള്ളത്തിൽ മുങ്ങി. പൊതുജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി, കോട്ടയം ജില്ലകളിലുണ്ടായ ഭീകരമായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമായി ഇതുവരെ വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ദുഃഖകരമായ വാർത്ത ഇടുക്കി ജില്ലയിൽ നിന്നാണ്. കുടയത്തൂർ അടൂർ മലയിൽ ദേവീക്ഷേത്രത്തിന് സമീപമുണ്ടായ ഭീകരമായ ഉരുൾപൊട്ടലിൽ വീടിന് മുകളിലേക്ക് മണ്ണും പാറയും ഇടിഞ്ഞു വീണ് വീട്ടമ്മയായ സുമതിയുടെ ജീവൻ നഷ്ടമായി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സും NDRFും നടത്തിയ തിരച്ചിലിലാണ് 69-കാരിയായ സുമതിയുടെ മൃതദേഹം കണ്ടെടുത്തത്. വീട് നിന്നിരുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 500ഓളം അടി താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവ സമയത്ത് വീടിനുള്ളിലുണ്ടായിരുന്ന സുമതിയുടെ ഭർത്താവ് രവി നാരായണൻ, മകൻ രതീഷ് എന്നിവരെ അത്ഭുതകരമായാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ ഇരുവരെയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രിയിലെ കനത്ത മഴയും ഇരുട്ടും കാരണം അടൂർമലയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. 29 അംഗ NDRF സംഘവും മൂലമറ്റം ഫയർഫോഴ്സും JCBയും ഹിറ്റാച്ചിയും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. ജനപ്രതിനിധികളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ പയ്യാനിത്തോട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞു. പുലർച്ചെയുണ്ടായ ദുരന്തത്തിൽ ജോണിയുടെ മകൻ 24-കാരനായ ജോസ്വിനാണ് ദാരുണമായി മരിച്ചത്. അപകട സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ജോണിയുടെ ഭാര്യ ഗ്രേസിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇവർക്കായുള്ള തെരച്ചിൽ പ്രദേശത്ത് ഊർജിതമായി പുരോഗമിക്കുകയാണ്. മലവെള്ളത്തോടൊപ്പം വൻതോതിൽ മണ്ണും പാറയും കുതിച്ചെത്തുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇടുക്കിയിലെ കോലാഹലമേട്ടിൽ മണ്ണിടിഞ്ഞു വീണ് വീടിനുള്ളിൽ കുടുങ്ങിപ്പോയ പ്രഭാകരനായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. വീടിന് മുകളിലേക്കാണ് വൻതോതിൽ മണ്ണിടിഞ്ഞു വീണത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധു ലീലാമണി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടുക്കി ഏലപ്പാറയിലും സമാനമായ രീതിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. ഇവിടെയും ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. കൂടാതെ ഉപ്പുതറയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഭാഗ്യം കൊണ്ടാണ് ജീപ്പിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടത്. തൊടുപുഴ ആലക്കോട്ടെ 2 വീടുകൾ പൂർണ്ണമായി തകർന്നു. കൊക്കയാർ ചപ്പാത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായി വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. പമ്പാ നദിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പ്രധാന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി. വെള്ളപ്പൊക്കം മൂലം വിവിധ സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമറുകളും വൈദ്യുതി ലൈനുകളും വെള്ളത്തിനടിയിലായി. വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സബ്സ്റ്റേഷനിൽ നിന്നും 11 kV ഫീഡറുകൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. കോന്നി നെല്ലിക്കാപ്പാറയിലും മണ്ണിടിച്ചിലുണ്ടായി. സീരത്തോട്ടിൽ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറി. കക്കാട്ടാറിലെയും പമ്പാ നദിയിലെയും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നു. പേട്ട ജംഗ്ഷൻ, മാമൂക്ക് ചെറിയപാലം പരിസരം എന്നിവിടങ്ങളിൽ വെള്ളം കയറി. ഇട്ടിയപ്പാറയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉള്ളിലേക്കും വെള്ളം ഇരച്ചെത്തി. മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ വടക്കേ മണ്ണയിൽ മണ്ണിടിച്ചിലുണ്ടായി. പുലർച്ചെ റോഡിലേക്ക് വൻതോതിൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് കോട്ടയ്ക്കൽ പാതയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തര ശ്രമങ്ങൾ തുടരുകയാണ്. കോട്ടയം തീക്കോയിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. പ്രധാന നഗരങ്ങളായ പാലായും ഈരാറ്റുപേട്ടയും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഡാമുകളുടെ സുരക്ഷ മുൻനിർത്തി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 കണക്ക് പ്രകാരം മലങ്കര ഡാമിന്റെ ജലനിരപ്പ് 40.80 മീറ്ററാണ്. നിലവിൽ 4 ഷട്ടറുകൾ 1.5 മീറ്റർ വരെ തുറന്നിരിക്കുകയാണ്. എന്നാൽ ഡാമിന്റെ അപ്സ്ട്രീം ഭാഗമായ അടൂർ മലയിൽ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഓരോ മണിക്കൂറിലും വലിയ അളവിൽ വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. താഴെയുള്ള മൂവാറ്റുപുഴ, തൊടുപുഴയാറുകളുടെ വാണിംഗ് ലെവൽ ഇതിനോടകം തന്നെ ക്രോസ് ചെയ്തിട്ടുണ്ട്. തൊടുപുഴയാറിന്റെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞു. ആറുകളിൽ ഡേഞ്ചർ ലെവൽ എത്തുന്നതിന് മുൻപ്
ഡാമിന്റെ സുരക്ഷ മുൻനിർത്തി കൂടുതൽ വെള്ളം ഡൗൺ സ്ട്രീമിലേക്ക് തുറന്നുവിടേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ 1.5 മീറ്ററിൽ നിന്നും 2.5 മീറ്റർ വരെ ഘട്ടം ഘട്ടമായി കൂടുതൽ തുറക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പാംബ്ല ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് 500 ക്യൂമെക്സ് കൂടി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടും. ഇതോടെ ആകെ തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് 1000 ക്യൂമെക്സ് ആയി ഉയരും. രാവിലെ 10 മണി മുതൽ ഈ നടപടികൾ നടപ്പിലാക്കും. മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇടുക്കി, പത്തനംതിട്ട, വയനാട്, പാലക്കാട്, കണ്ണൂർ, കോട്ടയം, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴക്കെടുതി തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും വിവിധ ജില്ലാ കളക്ടർമാരുമായും ചർച്ച നടത്തി. ഇതുവരെ മഴക്കെടുതിയിൽ 3 ജീവനങ്ങൾ നഷ്ടപ്പെട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഫയർഫോഴ്സ്, NDRF ടീമുകളുടെ സേവനം പൂർണ്ണതോതിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കുവാനും ക്യാമ്പുകൾ തുറന്ന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും ജില്ലാ ഭരണകൂടങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലും ഡാമുകളുടെ സുരക്ഷ മുൻനിർത്തിയും അതീവ ജാഗ്രത പാലിക്കാൻ വകുപ്പ് മേധാവികൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഏത് സാഹചര്യത്തെയും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശക്തമായ മഴയുടെയും മണ്ണിടിച്ചിന്റെയും ഉരുൾപൊട്ടലിന്റെയും പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തെയും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശക്തമായ മഴയുടെയും മണ്ണിടിച്ചിലിന്റെയും ഉരുൾപൊട്ടലിന്റെയും പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അടക്കം വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലായി 5 പേരാണ് ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുവാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വേഗത്തിലാക്കാനും സർക്കാർ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ സാഹചര്യം വിലയിരുത്തുന്നതിനായി രാവിലെ 11 മണിക്ക് റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർമാരുടെ അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നും തെക്കൻ ജില്ലകളിൽ മഴ കുറയാനാണ് സാധ്യതയെന്നും സർക്കാർ അറിയിക്കുന്നു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും സംസ്ഥാനത്ത് ഇതുവരെ 5 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞു. പുലർച്ചെയുണ്ടായ ദുരന്തത്തിൽ ജോണിയുടെ മകൻ 24-കാരനായ ജോസ്വിനാണ് ദാരുണമായി മരണപ്പെട്ടത്. ഇടുക്കി ജില്ലയിൽ കൊടിയത്തൂർ വില്ലേജിൽ സുമതി, പീരുമേട്ടിൽ പ്രഭാകരൻ എന്നിവരാണ് മരണപ്പെട്ട മറ്റു 2 പേർ. പ്രധാനമായും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് അതിശക്തമായ മഴ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചത്. സംസ്ഥാനത്ത് മഴയുടെ കാഠിന്യം കണക്കിലെടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ് നൽകുന്ന വിവരമനുസരിച്ച് പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ 24 മണിക്കൂറിനുള്ളിൽ ഞെട്ടിക്കുന്ന രീതിയിൽ 302 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. സമീപ പ്രദേശമായ ലാഹയിൽ 260 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ, കണ്ണൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. തീരദേശങ്ങളിലും മലയോര മേഖലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നു. പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെ കനത്ത മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും. റോഡുകളിലേക്ക് മണ്ണും മരങ്ങളും വീണ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും റവന്യൂ വകുപ്പിന്റെയും കൃത്യമായ ഇടപെടൽ മൂലം വലിയൊരു ദുരന്തം ഒഴിവാക്കാനായി എന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലാണ് നിലവിൽ ഏറ്റവും ശക്തമായ മഴക്കെടുതി ഉണ്ടായിരിക്കുന്നതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കി. സാധാരണയായി കാണുന്ന മഴയുടെ അളവിലും വളരെ കൂടുതലായ അതിതീവ്ര മഴയാണ് ഈ മേഖലകളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങിയത്. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിൽ വെറും 24 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപാണ് ഭീതിതമായ രീതിയിൽ 302 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയത്. ഇത് വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം വെള്ളം പെയ്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും മലവെള്ളപ്പാച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയേറുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ മറ്റൊരു പ്രധാന മലയോര മേഖലയായ ലാഹയിലും കനത്ത മഴയാണ് ലഭിച്ചത്. ലാഹയിൽ 260 മില്ലിമീറ്റർ മഴയാണ് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ പെയ്തിറങ്ങിയത്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകൾ എത്രമാത്രം അപകടാവസ്ഥയിലാണെന്നാണ്.
എങ്കിലും സർക്കാരിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഭാഗത്തു നിന്നും കൃത്യസമയത്ത് ലഭിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ വലിയ തോതിൽ ജീവഹാനി ഒഴിവാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്ന് ശേഖർ കുര്യാക്കോസ് എടുത്തു പറയുന്നു. നേരത്തെ തന്നെ നൽകിയ മുന്നറിയിപ്പുകളെ തുടർന്ന് പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറി താമസിച്ചിരുന്നു. ഇത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ നിലവിൽ ഏകോപിപ്പിച്ചു വരുന്നത്. മഴക്കെടുതി രൂക്ഷമായ ജില്ലകളിലെ കളക്ടർമാരുമായും മറ്റു ഉദ്യോഗസ്ഥരുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മന്ത്രി നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് ടീമുകളും സജ്ജമായി രംഗത്തുണ്ട്. കോട്ടയം ജില്ലയിലെ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നത് സംബന്ധിച്ചും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തത വരുത്തിയിട്ടുണ്ട്. മീനച്ചിലാറ്റിൽ നിലവിൽ ഉയർന്ന വെള്ളം കാണപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഭയപ്പെടേണ്ട സാഹചര്യമല്ലെന്നും അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ജലനിരപ്പ് താഴുമെന്നുമാണ് ശേഖർ കുര്യാക്കോസ് നൽകുന്ന ആശ്വാസകരമായ വിവരം. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. എന്നാൽ മഴയുടെ തീവ്രത തെക്കൻ ജില്ലകളിൽ കുറഞ്ഞു വരുന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഴയ്ക്ക് ശമനം വന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കയറിയ പല താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണിത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 100ഓളം സ്ഥലങ്ങളിൽ റോഡുകളിലേക്ക് മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത് മലയോര ഹൈവേകളിലും മറ്റ് പ്രധാന റോഡുകളിലും ഗതാഗത തടസ്സത്തിന് കാരണമായിട്ടുണ്ട്. മിക്കയിടങ്ങളിലും ഫയർഫോഴ്സും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് മരങ്ങളും മണ്ണും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്നാൽ തെക്കൻ ജില്ലകളിൽ മഴ കുറയുമ്പോഴും ജാഗ്രത കൈവിടാൻ സമയമായിട്ടില്ലെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് മേഖലയും ആലപ്പുഴ ജില്ലയും അതീവ ജാഗ്രതയോടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കണം. മലയോരങ്ങളിൽ പെയ്ത വെള്ളം താഴേക്ക് ഒഴുകിയെത്തുന്നതിനാൽ കുട്ടനാട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പുതിയ മുന്നറിയിപ്പ് പ്രകാരം മഴയുടെ പാറ്റേൺ മാറുകയാണ്. തെക്കൻ ജില്ലകളിൽ മഴ ശമിക്കുമ്പോൾ എറണാകുളം ജില്ല മുതൽ വടക്കോട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ മധ്യ കേരള ജില്ലകളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. അതിനാൽ ഈ ജില്ലകളിലെ ജനങ്ങളും ഭരണ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രകൾക്ക് നിലവിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡാമുകളുടെ ജലനിരപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ട്. അപ്രതീക്ഷിത മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം സംഭവിച്ചിരിക്കുന്നത് പത്തനംതിട്ട റാന്നിയിലാണ്. റാന്നി ടൗൺ ഏകദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. പമ്പയിൽ അതിവേഗം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടാതെ റാന്നി വടശ്ശേരിക്കര റോഡ് മുങ്ങിപ്പോയിട്ടുണ്ട്. റാന്നി ടൗണിലെ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മേഖലയാകെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയുമാണ്. വീടിന്റെ മുകൾ നിലയിലും മറ്റും അഭയം പ്രാപിച്ചവരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പെയ്യുന്ന അപ്രതീക്ഷിതമായ കനത്ത മഴയിൽ പത്തനംതിട്ടയിലെ റാന്നി മേഖലയിൽ അതീവ ഗുരുതരമായ പ്രളയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പമ്പാ നദിയിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ അതിവേഗം ഉയരുകയും റാന്നി ടൗൺ പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. മേഖലയിലെ പ്രധാന റോഡുകളും പാലങ്ങളും വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് 100 കണക്കിന് ആളുകളാണ് വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ടൗണിലെ പ്രധാന വിപണി കേന്ദ്രങ്ങളിലും കടകളിലും വളരെ പെട്ടെന്ന് വെള്ളം കയറിയതിനെ തുടർന്ന് വ്യാപാരികൾക്ക് സാധനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ പോലും സമയം ലഭിച്ചിട്ടില്ല. പ്രളയഭീഷണിയെ തുടർന്ന് റാന്നി മേഖലയാകെ മുൻകരുതൽ നടപടിയായി വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. പല വീടുകളുടെയും 1ാം നിലകളിൽ വരെ വെള്ളം കയറിയതോടെ കുടുംബങ്ങൾ കൂട്ടത്തോടെ വീടിന്റെ മുകൾ നിലയിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇവരെ ഓരോരുത്തരെയായി പുറത്തെത്തിക്കുന്നത്. റാന്നിയെ വടശ്ശേരിക്കരയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന സംസ്ഥാന പാത പൂർണ്ണമായും വെള്ളത്തിനടിയിലായതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പമ്പാ നദിയിലെ പ്രധാന ഗതാഗത മാർഗമായ അരയാഞ്ഞിലി മണ്ണ് കോസ്വേ പൂർണ്ണമായും മുങ്ങിപ്പോയ നിലയിലാണ്. ശക്തമായ ഒഴുക്കും പ്രളയജലവും കാരണം അനുബന്ധ ഇടറോഡുകളിലൂടെയുള്ള യാത്ര പോലും അതീവ അപകടകരമായ അവസ്ഥയിലേക്കാണ്. അപ്രതീക്ഷിതമായി പെട്ടെന്ന് വെള്ളം കയറിയതിനെ തുടർന്ന് വിപണി കേന്ദ്രങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വിലപിടിപ്പുള്ള സാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പോലും വ്യാപാരികൾക്ക് സാധിച്ചിട്ടില്ല. ടൗണിലെ റോഡുകളും വീട്ടുപറമ്പുകളും വെള്ളം ഉയർന്നതോടെ അവശ്യ സാധനങ്ങൾ വാങ്ങാനോ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറാനോ കഴിയാതെ 100 കണക്കിന് കുടുംബങ്ങൾ സ്വന്തം വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഗതാഗത തടസ്സവും വൈദ്യുത ബന്ധം നിലച്ചതും ചേർന്ന് റാന്നിയിലെ സാധാരണ ജനജീവിതത്തെ പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ റാന്നിയിൽ പ്രളയജലം അതിവേഗം ഉയർന്നതിനെ തുടർന്ന് സ്വന്തം വീടുകളിൽ കുടുങ്ങിപ്പോയ 100 കണക്കിന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിനായുള്ള ദുരന്ത നിവാരണ സേനയുടെയും ഫയർഫോഴ്സിന്റെയും തികച്ചും സാഹസികമായ രക്ഷാപ്രവർത്തന കാഴ്ചകളിലേക്ക് നോക്കിയാൽ പ്രളയം കവർന്ന ടൗണിന്റെ ഭീതിജനകമായ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്ന ആകാശ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിരിക്കുകയാണ്. റാന്നി ടൗണിനും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി വീടുകളിലും കെട്ടിടങ്ങളിലുമായി ആളുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. പെട്ടെന്ന് പ്രളയജലം വീടുകളിലേക്ക് ഇരച്ചു കയറിയതോടെ മറ്റു വഴികളില്ലാതെ സ്വന്തം വീടുകളുടെ മുകൾ നിലയിലേക്കും തറവാടുകളിലേക്കും അഭയം സ്ഥാപിച്ചവരെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ നേരിട്ടെത്തിയാണ് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്.
സാധാരണ ബോട്ട് ഗതാഗതം അസാധ്യമായ ഇടങ്ങളിലെ തെരുവുകളിലും താഴ്ന്ന വീട്ടുപറമ്പുകളിലും കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളും കുട്ടികളും വയോധികരും അടങ്ങുന്ന മനുഷ്യരെ ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഫയർഫോഴ്സ് സംഘം സാഹസികമായി പുറത്തെത്തിയിരിക്കുന്നത്. ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഡിങ്കി ബോട്ടുകളും ആധുനിക രക്ഷാ ഉപകരണങ്ങളും ദുരന്തഭൂമിയായ റാന്നിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രളയജലത്തിൽ മുങ്ങിപ്പോയ റാന്നി ടൗണിന്റെയും കെട്ടിടങ്ങളുടെയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയാണ് മഴക്കെടുതി ഉണ്ടായിരിക്കുന്നതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ 24 മണിക്കൂർ പോലും ആകുന്നതിനിടെ 302 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചതെന്നും ലാഹയിൽ 260 മില്ലിമീറ്റർ ലഭിച്ചെന്നും ശേഖർ കുര്യാക്കോസ് പറയുന്നു. ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ പലരും മാറിയിരുന്നുവെന്നും ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് തുടരുന്ന പ്രളയക്കെടുതിയിൽ പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ് നടത്തിയ നിർണായക വിവരങ്ങൾ പുറത്ത്. വടക്കേശ്ശേരി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ രേഖപ്പെടുത്തിയ ഭീതിജനകമായ മഴയുടെ കണക്കുകൾ സ്ഥിതിഗതികളുടെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിൽ നിന്നും വെറും 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ 302 മില്ലിമീറ്റർ അതിതീവ്ര മഴയാണ് പെയ്തിറങ്ങിയത്. ഇതിനു പുറമെ സമീപ പ്രദേശമായ ലാഹയിൽ 260 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായും ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയുള്ള പ്രദേശം മഴക്കെടുതിയിൽ വലിയ ഭീഷണിയാണ് നിലകൊള്ളുന്നത്. എന്നാൽ മുൻകൂട്ടി കൃത്യമായ അപായ നിർദ്ദേശങ്ങളും ജാഗ്രതാ മുന്നറിയിപ്പുകളും നൽകുവാൻ സാധിച്ചതുകൊണ്ട് മാത്രം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും വൻതോതിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മുൻകൂട്ടി മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. വലിയ രീതിയിലുള്ള പ്രളയഭീഷണി നിലനിന്നിരുന്നിട്ടും അധികൃതരുടെ സമയബന്ധിതമായ ഇടപെടലും ജാഗ്രതയും കാരണം വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മഴ കനത്തതോടെ സംസ്ഥാനത്തെ വിവിധ ഗതാഗത പാതകളിൽ മണ്ണും മരങ്ങളും വീണ് വൻതോതിൽ റോഡ് തടസ്സങ്ങൾ രൂപപ്പെട്ടെങ്കിലും ചില മേഖലകളിൽ വെള്ളക്കെട്ട് ഇറങ്ങിത്തുടങ്ങിയെന്ന ആശ്വാസ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. മഴയുടെ ആഘാതം തുടരുന്നതിനിടയിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും റോഡുകളിലെ തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളും ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് 100ഓളം കേന്ദ്രങ്ങളിൽ റോഡുകളിലേക്ക് മണ്ണും മരങ്ങളും വീണ് ഗതാഗതം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ദുരന്ത നിവാരണ സേനയുടെയും പ്രദേശത്തെ സംവിധാനങ്ങളുടെയും സജീവ ഇടപെടലോടെ പലയിടങ്ങളിലും റോഡിലെ തടസ്സങ്ങൾ നീക്കി വരികയാണ്. ഇതിനകം പല മേഖലയിലും പ്രളയജലം ഇറങ്ങി തുടങ്ങിയത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമേകുന്നുണ്ട്. മീനച്ചിലാറ്റിൽ ഉയർന്ന ജലനിരപ്പ് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ താഴ്ന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി അറിയിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കൃത്യമായ ഏകോപനത്തിലാണ് നിലവിൽ സംസ്ഥാനത്തെ എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. തെക്കൻ ജില്ലകളിൽ മഴയുടെ തീവ്രത കുറയുമെങ്കിലും അപ്പർ കുട്ടനാട്, ആലപ്പുഴ മേഖലകളിലുള്ളവർ തുടർന്നുള്ള മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് ശേഖർ കുര്യാക്കോസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ കനത്ത സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പുകളിലേക്കും ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയ അടിയന്തര നടപടികളിലേക്കും നമുക്കൊന്ന് നോക്കാം. മഴക്കെടുതിയും പ്രളയഭീഷണിയും രൂക്ഷമായതോടെ കടുത്ത ജാഗ്രതയിലാണ് സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടങ്ങളും. സംസ്ഥാനത്ത് പെയ്യുന്ന കനത്ത മഴയുടെ തീവ്രത കണക്കിലെടുത്ത് 8 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റു ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശത്തോടെ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. മഴ കടുക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകമാക്കിയിട്ടുള്ളത്. നദീതീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ പ്രളയ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അടിയന്തര നടപടി. വടക്കൻ ജില്ലകളിൽ മഴ കനക്കാൻ സാധ്യതയുള്ളതിനാലും നദീതീരങ്ങളിലും മലയോര മേഖലകളിലും പ്രളയ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാലും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ മഴ വീണ്ടും അതിതീവ്ര രൂപം കൈക്കൊള്ളുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മിന്നൽ പ്രളയം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത്. മഴക്കെടുതി നേരിടാൻ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നുകഴിഞ്ഞു. ഏറ്റവും പുതിയ മുന്നറിയിപ്പുകളും പൊതുജനങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും വിശദമായി നോക്കാം. കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനമാണ് പ്രഖ്യാപിച്ചത്.
പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മീറ്ററിലധികം മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടും നിലവിലുണ്ട്. ഓഗസ്റ്റ് 2-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ദുരിതനിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ പകൽ സമയത്ത് തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വെള്ളക്കെട്ട് പതിവായി ഉണ്ടാകുന്ന പ്രദേശങ്ങളിലുള്ളവരും ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ബലക്ഷയമുള്ള വീടുകളിൽ താമസിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. അപകടാവസ്ഥയുള്ള മരങ്ങൾ, പോസ്റ്റുകൾ, മതിലുകൾ, പരസ്യ ബോർഡുകൾ എന്നിവ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നദികൾ മുറിച്ചു കടക്കുകയോ നദികളിലും ജലാശയത്തിലും ഇറങ്ങുകയോ മീൻ പിടിക്കുകയോ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കാനും വെള്ളച്ചാട്ടങ്ങൾ, ഡാമുകൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ താൽക്കാലികമായി മാറ്റിവെക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജലാശയങ്ങൾക്ക് സമീപമുള്ള റോഡുകളിലൂടെയുള്ള യാത്രകളിലും അറ്റകുറ്റികൾ നടക്കുന്ന റോഡുകളിലും അതീവ ജാഗ്രത പാലിക്കണം. കനത്ത മഴയിൽ റോഡ് അപകടങ്ങളുടെ സാധ്യതയും വർദ്ധിക്കുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം മഴക്കെടുതി നേരിടുന്നതിനായി വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ മുട്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തുറന്ന ക്യാമ്പയിൻ 2 കുടുംബങ്ങളിലെ 6 പേരാണ് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിലെ മുട്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തുറന്ന ക്യാമ്പിൽ 2 കുടുംബങ്ങളിലെ 6 പേരെയാണ് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആലക്കോട് ചവർണ അങ്കണവാടിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ക്യാമ്പിൽ 7 കുടുംബങ്ങളിലെ 33 പേരും കഴിയുന്നുണ്ട്. അപകടസാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴാനുള്ള സാധ്യതയുള്ളതിനാൽ വെള്ളക്കെട്ടുകളിലൂടെ നടക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. വൈദ്യുതി സംബന്ധമായ അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ KECBയുടെ 1912 നമ്പറിൽ അറിയിക്കാവുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. അടിയന്തര സഹായങ്ങൾക്കായി 1070 1077 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാം. മഴ മുന്നറിയിപ്പുകൾ മാറുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുക. കളക്ടറുടെ അവധി ഉത്തരവിന് പിന്നാലെയും കണ്ണൂർ ചാലയിലെ ചിന്മയ വിദ്യാലയം ഉച്ചവരെ പ്രവർത്തിച്ചത് വലിയ വിവാദമായി. കുട്ടികൾ നേരത്തെ സ്കൂളിൽ എത്തിയതുകൊണ്ടാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ അടിയന്തരമായി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഉത്തരവിന് പിന്നാലെ കണ്ണൂർ ചാലയിലെ ചിന്മയ വിദ്യാലയം തുറന്നു പ്രവർത്തിച്ചതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ വ്യക്തമായ ഉത്തരവ് നിലനിൽക്കെയായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചത് എന്നാണ് വിവാദത്തിന് കാരണമായത്. ഇന്ന് രാവിലെയാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ തീരുമാനം സ്വീകരിച്ചതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, സർക്കാർ സ്വകാര്യ സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, CBSE ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് മാത്രമാണ് ഈ അവധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പരീക്ഷകൾക്കും പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ലെന്നും അറിയിച്ചിരുന്നു.
എന്നാൽ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതിനു ശേഷവും കണ്ണൂർ ചാലയിലെ ചിന്മയ വിദ്യാലയം പ്രവർത്തിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശക്തമാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരേപോലെ ബാധകമായിരിക്കെ ഒരു സ്ഥാപനം മാത്രം പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണവും ശ്രദ്ധേയമാണ്. അവധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. അതിനാൽ കുട്ടികളെ തിരിച്ചയക്കുന്നതിനേക്കാൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കി ഉച്ചവരെ ക്ലാസുകൾ തുടരാനാണ് തീരുമാനിച്ചതെന്നും അവർ വിശദീകരിച്ചു. കുട്ടികൾ സ്കൂളിലെത്തിയ സാഹചര്യത്തിൽ അവരെ സുരക്ഷിതമായി രക്ഷിതാക്കൾക്ക് കൈമാറുന്നതിനാണ് ഈ തീരുമാനമെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് പ്രഖ്യാപിച്ച ശേഷം അത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കർശനമായി പാലിക്കേണ്ടതുണ്ടെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും ബാധകമാണെന്നും ഇത്തരം ഉത്തരവുകൾ ലംഘിക്കപ്പെടുന്നത് ഗൗരവമായി കാണേണ്ട വിഷയമാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവത്തിൽ ജില്ലാ ഭരണകൂടം വിശദീകരണം തേടുമോ, തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. ഉളിക്കൽ വയലത്തൂർ പാലത്തിന് മുകളിൽ വെള്ളം കയറിയതായാണ് റിപ്പോർട്ട്. മലയോര മേഖലകളിലും കർണാടക വനമേഖലയിലും ശക്തമായി മഴ തുടരുന്നതിനാൽ നിരവധി ചെറുപുഴകളും തോടുകളും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജില്ലാ ഭരണകൂടം ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. നദികളുടെയും തോടുകളുടെയും തീരങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അതേസമയം ജില്ലാ കളക്ടറുടെ അവധി ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഒരു സ്വകാര്യ വിദ്യാലയം പ്രവർത്തിച്ചത് നിയമപരമായും ഭരണപരമായും എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ചർച്ചയാണിപ്പോൾ ശക്തമാക്കുന്നത്. കണ്ണൂരിൽ മഴയുടെ ശക്തി തുടരുന്നതിനാൽ ജനങ്ങളെല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്നും അധികൃതർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.